ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് 2 മെയിലുകൾ വായിക്കാനുണ്ട്. ആദ്യത്തെ മെയിലേക്ക് കിടക്കാം. ഹായ് മാഡം, ഞാൻ സഞ്ജയ്. എൻ്റെ വീട് എറണാകുളത്താണ്. അമ്മ ഒരു ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഒറ്റ മകനാണ്. അമ്മ ചില ദിവസങ്ങളൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാറുണ്ട്. അടുപ്പിച്ച് 4-5 ദിവസങ്ങളിൽ പുള്ളിക്കാരി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. ആ സമയത്തൊക്കെ അച്ഛൻ വൈകുന്നേരം ചില എക്സ്ട്രാ കറികളൊക്കെ വെച്ച് എനിക്ക് തരും. ഒരേ ഒരു മകനായതുകൊണ്ട് എന്നോട് നല്ല വാത്സല്യമാണ്. അച്ഛനും അമ്മയൊക്കെ പ്രൊഫഷണൽ രീതിയിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് കലഹമോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും എനിക്കിതുവരെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധം ഏറ്റവും നല്ല ബന്ധമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഒരു 3 മാസത്തിന് മുമ്പാണ് അച്ഛൻ്റെ ചില കള്ളത്തരങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടേത് 2 നിലയുള്ളൊരു വീടാണ്. മുകളിലത്തെ നിലയിലാണ് എൻ്റെ റൂമും മറ്റു കാര്യങ്ങളൊക്കെ. അവിടെ ഒരു ഗസ്റ്റ് റൂം കൂടെ ഉണ്ട്. അല്ലാതെ അച്ഛനും അമ്മയും മുകളിലേക്ക് വരാറില്ല. ഞാൻ രാത്രിയായി കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരുന്നത് അപൂർവമാണ്. അമ്മയുള്ളപ്പോൾ അമ്മ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരികയോ എന്നെ വിളിക്കുകയോ മറ്റോ ചെയ്യും. അച്ഛനാണെങ്കിൽ രാത്രി 10 മണിയാകുമ്പോഴേക്കും മുറിയിൽ കയറി കഥ കടയ്ക്കും. പിന്നീട് അദ്ദേഹത്തിന് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതുവരെയും എന്നെ വിളിച്ചിട്ടുമില്ല. അച്ഛൻ താഴെ ജീവിക്കുന്നു, ഞാൻ മുകളിൽ ജീവിക്കുന്നു. എൻ്റെ ഒരു കാര്യത്തിലും അവർ രണ്ടുപേരും അങ്ങനെ ഇടപെടാറില്ല. പിന്നെയും എന്തെങ്കിലും ഉപദേശം തരിക അമ്മയാണ്. ഞാനാണെങ്കിൽ രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കാതെ പഠിത്തമൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമൊക്കെ ചേർന്ന് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെങ്കിലും അലകുലത്തെ പരിപാടികൾക്കൊന്നും ഞാൻ പോയി ചേരാറില്ല. കാരണം എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. അമ്മയാണെങ്കിൽ കുറച്ചൊക്കെ ആദർശം പറയുന്ന കൂട്ടത്തിലാണ്. അമ്മയൊക്കെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണ്. അതുകൊണ്ട് രണ്ടുപേരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു പോയാൽ തട്ടികളില്ലാതെ മുന്നോട്ട് പോകാം. നമുക്ക് സ്വന്തമായിട്ട് വരുവാനുണ്ടാകുമ്പോൾ എന്തെങ്കിലും ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ പ്ലാന്. ഇതിനിടയ്ക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഇത്തിരി തലതെറിച്ച പെണ്ണാണ്. എല്ലാ ആണുങ്ങളോടും അവൾക്ക് താല്പര്യമുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. ഒരു ദിവസം എന്നോടടുത്ത് വന്നിരുന്ന് എന്തൊക്കെയോ പറയുകയും എൻ്റെ ദേഹത്ത് സ്പർശിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അതെന്താടാ, നീ ആണല്ലേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടം തോന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ പേരെ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ചില മനുഷ്യർക്ക് മാത്രമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നുകയുള്ളൂ. അല്ലാതെ ലോകത്തുള്ള എല്ലാവരെയും ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. എല്ലാവർക്കും ഒരു ചോയ്സ് കാണും. എനിക്ക് നിൻ്റെ ബോഡി ഷേപ്പോ ഇത്തരം സ്വഭാവമൊന്നും ഒട്ടും ഇഷ്ടമല്ല. നിൻ്റെ സ്വഭാവം തന്നെ ശരിയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ദേഷ്യം വരുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എടാ, എൻ്റെ സ്വഭാവം ഇത്തിരി വേസ്റ്റാണ് എന്ന് വെച്ചിട്ട് ലോകത്തിലുള്ള മുഴുവൻ പേരുടെ കൂടെ ഒന്നും ഞാൻ നടക്കുകയല്ല. എനിക്ക് ചോയ്സുകളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആമ്പിളാരോടൊക്കെ ഞാൻ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നേ ഉള്ളൂ. കാര്യം അവർക്കൊക്കെ എന്നെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മസിൽ പിടിച്ച് നടന്ന് പറഞ്ഞാലും അവന്മാരെ ഇങ്ങോട്ട് കിള്ളാൻ വരും. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ലക്ഷ്യം ഇവന്മാരല്ല. ചെറുപ്പക്കാരൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്ന്. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ കിളവനാണെന്നാണോ നിനക്ക് തോന്നുക എന്ന് ഞാൻ അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എടാ, അങ്ങനൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? നീ വിചാരിക്കുന്നുണ്ടാകും ഞാൻ ശരിയല്ലെന്ന്. കറക്റ്റാണ്. എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിലും എന്നെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രായപൂർത്തിയായപ്പോഴേക്കും ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഈ ചെറുപ്പത്തിൽ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു. എടി, ഇപ്പം അതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദമാകുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, വിവാദമായാലും ഇല്ലെങ്കിലും ഞാനിതിലൊക്കെ കടന്നു വന്നവളാണ്. അതൊന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം അത്തരമൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എനിക്കത് പണമാക്കി മാറ്റാൻ പറ്റുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരോട് ഫൺ അത്രേ പറ്റുകയുള്ളൂ. ചുമ്മാ ചുറ്റിയടിച്ച് നടക്കാം. പക്ഷേ വലിയ കാശിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡിമാരുമായിട്ട് മാത്രമേ പറ്റൂ. ഡാഡിമാരെന്ന് വെച്ചാൽ, എടാ, ഈ പണം തരുന്ന ഡാഡിമാരെ ഷുഗറെന്നും ഡാഡി എന്നൊക്കെ വിളിക്കുന്ന നീ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പൂർണ്ണമായ സംഭവം? അത് പിന്നെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ എല്ലാ ചെലവും കൊടുത്ത് റിച്ചായിട്ട് കൊണ്ടു നടക്കുന്ന റിച്ചായ ഡാഡിമാരെയാണ് നമ്മൾ ഈ ഷുഗർ എന്നൊക്കെ വിളിക്കുന്നത്. ആഹാ, അത് കൊള്ളാമല്ലോ. നിനക്കങ്ങനെയുള്ള ഡാഡിമാരുണ്ടോ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എടാ, ഇഷ്ടം പോലുണ്ട്. 45 മുതൽ 65 വയസ്സ് വരെ ഡാഡിമാർ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഞാനാണെങ്കിൽ പുറത്ത് നല്ല ആണുങ്ങളോട് ചുറ്റി നടക്കും. പക്ഷേ അവർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്ര വലിയ തുകയാണെന്നറിയാമോ? നീ നോക്കിക്കേ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എല്ലാ ഗാഡ്ജറ്റുകളും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ എവിടെ നിന്നാണ്? എടി, ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ നിനക്ക് ഇളക്കമുണ്ടെന്നാണ്. പക്ഷേ
പിന്നീട് ഞാൻ വിചാരിച്ചു നീ ശരിയല്ലെന്ന്. നീ വലിയ റിച്ച് വീട്ടിലെ പെണ്ണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സാന്ദ്രമായിട്ട് ഇളകി നടക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത് നിനക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നീ ഇങ്ങനെയാണെന്ന്. എടാ, ഞാൻ റിച്ച് ഒന്നുമല്ല, പക്ഷേ റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചെറിയൊരു പെൺകുട്ടിയാണ്, നിൻ്റെ കൂടെ തന്നെ പഠിക്കുകയാണ്. പക്ഷേ എൻ്റെ ബാങ്ക് അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നീ ഞെട്ടിപ്പോകും, അത്രയ്ക്കുണ്ട്. വീട്ടുകാർക്കൊന്നും അറിയില്ല, പിന്നെ പ്രായപൂർത്തിയായല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നവൾ പറഞ്ഞു. ഷോ, എന്നാലും ഈ കളവന്മാർക്കൊക്കെ എന്തിൻ്റെ കേടാ? അപ്പോൾ അവൾ പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. അവരാണ് ഏറ്റവും നല്ല രീതിയിൽ പണം തരുന്നത്. നിൻ്റെ പണം തരാനുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ചിലപ്പോൾ നിൻ്റെ അച്ഛനാണെങ്കിൽ പണം തന്നേക്കും. ഇടി, നീ തോന്നിയ ദിവസം പറയരുത്. എൻ്റെ അച്ഛന് അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മതി. അച്ഛനും ഈ സിറ്റി തന്നെയല്ലേ താമസിക്കുന്നേ എന്ന് പറഞ്ഞ് അവൾ കളിയാക്കി. പിന്നീട് അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പാവമായി തോന്നുന്നതുകൊണ്ടാണ് അവൾ എൻ്റെ അടുത്ത് വന്നതെന്നും അവളുടെ രഹസ്യങ്ങൾ പറഞ്ഞതെന്നും. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, പോട്ടെ, അവൾ നല്ലൊരു ഫ്രണ്ടായിട്ട് നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ 2 പേരും കൂടി ഒത്തിരി ഫ്രണ്ട്ഷിപ്പായി. അവളാണെങ്കിൽ എന്നോട് എല്ലാ കാര്യങ്ങളും പറയും. ആരുടെ കൂടെ പോയി, എത്ര പണം കിട്ടി, എന്തൊക്കെ കിട്ടി, എങ്ങനെയായിരുന്നു, ഡാഡിയായിരുന്നോ ചെറുപ്പക്കാരായിരുന്നോ എന്നൊക്കെ അവൾ പറയും. എങ്കിലും ഏറ്റവും കൂടുതൽ അവൾ ഡാഡിമാരെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന് കാരണം സേഫാണ്, അവരൊരിക്കലും ഉപദ്രവിക്കില്ല, അവളെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇട്ട് കൊടുക്കില്ല, പണം ഇഷ്ടം പോലെ കിട്ടും, ചോദിക്കുന്നത് വാങ്ങിത്തരും. ഇങ്ങനെയൊക്കെയാണ് അവൾ പറഞ്ഞത്. ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിക്ക് ഫ്രണ്ടായല്ലോ. അവളുടെ മൊബൈലൊക്കെ എടുത്ത് ഞാൻ നോക്കും, എൻ്റെ മൊബൈൽ അവൾ നോക്കും. അവൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറേ ആളുകളുടെ ഫോട്ടോസ് ഉണ്ട്. ഇത്രയും പേരുണ്ടോടി നിൻ്റെ ഡാഡിമാരെന്ന് വെച്ചപ്പോൾ, എടാ ഒത്തിരി ഉണ്ട്. ഇതിപ്പോൾ ഫോട്ടോ തരുന്ന ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാര്യം ചില ആളുകൾക്കൊക്കെ പേടിയാണ്. നിൻ്റെ വീട് ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കറിയില്ലേ, ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അവിടെയും ഒരാളുണ്ട്. ഞാൻ ചോദിച്ചു, അവിടെ ആരാ ഉള്ളത്? അതെ, ഒരു നേഴ്സിൻ്റെ ഭർത്താവാണ്. ഭാര്യയ്ക്ക് നൈറ്റിട്ടുള്ള ദിവസങ്ങളിൽ പുള്ളി എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ഇറങ്ങി നിൽക്കും. നീ ഹോസ്റ്റലിൽ നിൽക്കുന്നത്? എടാ, ഹോസ്റ്റൽ എന്ന പേരേ ഉള്ളൂ. അവിടെ താമസിക്കുന്ന പല പെണ്ണുങ്ങൾക്കും ഇതൊക്കെ തന്നെയാണ് പരിപാടി. അവിടുത്തെ ആൻറ്റി ഒത്തിരി സപ്പോർട്ടീവാണ്. ആൻറ്റി പണ്ട് ഫീൽഡിലുണ്ടായിട്ട് റിട്ടയർ ചെയ്താണെന്നാണ് പറയുന്നത്. ആൻറ്റി ഞങ്ങൾക്കെല്ലാം വലിയൊരു രക്ഷകയാണ്. ഇത്രയും പണമൊക്കെ സമ്പാദിക്കാൻ വേണ്ടി ആൻറ്റി നടത്തുന്ന ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പറ്റിയത്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോരാം, എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. പക്ഷേ ആൻറ്റി ഇപ്പോഴും ആക്റ്റീവാണെന്ന് തോന്നുന്നത് കള്ളിയാണ്. യഥാർത്ഥം ഒന്നും പറയില്ല. വമ്പൻ ടീമുകളായിട്ട് പരിചയമുണ്ട്. സത്യം പറഞ്ഞാൽ ആൻറ്റിയാണ് എനിക്കിങ്ങനൊരു ഐഡിയ പറഞ്ഞു തന്നത്. ആൻറ്റിയുടെ കസ്റ്റഡിയിലായിരുന്നു ആദ്യത്തെ കുറേ വർക്കുകൾ. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. മോനെ, മേച്ചിൽപ്പുറങ്ങൾ നമ്മൾ തന്നെ സ്വയം തേടുന്ന നല്ലത്, അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും. പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, ഏതാണ് ആ നേഴ്സിൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന്. അവൾ പറഞ്ഞ് നോക്കട്ടെ കേട്ടോ, പുള്ളി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും കുറച്ചൊക്കെ ഞെട്ടലായി. പക്ഷേ എന്നാലും ഞെട്ടേണ്ട കാര്യമില്ല. കാര്യം അവിടെ ധാരാളം നേഴ്സുമാരുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ കൂട്ടുകാരികളൊക്കെ അടുത്തടുത്താണ് താമസിക്കുന്നത്. അവരുടെ ഭർത്താക്കന്മാർ ഓഫീസിലൊക്കെ തന്നെയാണ്. എടി, ആരാന്നറിയാൻ എനിക്കൊരു ആകാംക്ഷ. പ്ലീസ് എന്തെങ്കിലും ഒരു ഫോട്ടോയോ നമ്പരോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കാണിക്കാൻ പറഞ്ഞു. ഇല്ല, പുള്ളി ഫോട്ടോ ഒന്നും തന്നിട്ടില്ല കേട്ടോ, പക്ഷേ വാട്സാപ്പിൽ ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ചാറ്റ് ചെയ്തിരിക്കുന്നത് കാണിക്കാമെന്ന് പറഞ്ഞ് അവൾ എന്നെ ആ ചാറ്റ് കാണിച്ചു. ഞാൻ അത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ നമ്പരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഇവൾക്ക് കാണാവുന്ന രീതിയിലല്ല ഇട്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ അച്ഛൻ തന്നെയാണ്. വോയിസ് നോട്ടുകൾ ഞാൻ പ്ലേ ചെയ്ത് കേട്ടു. എൻ്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് അവൾ ഇവിടെ ഇല്ല കേട്ടോ, ഡ്യൂട്ടിക്ക് പോകും. അവൻ മുകളിൽ നിന്ന് ഇറങ്ങി വരാൻ ചാൻസേ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ആദ്യത്തെ ആ ഒരു ബന്ധം തുടങ്ങിയത്. ഇപ്പോൾ 3 മാസമായെന്ന് പറഞ്ഞു അവൾ. സത്യമായിട്ടും ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ഞാൻ അത് ഭാവിച്ചില്ല. ബാക്കി ഡീറ്റെയിൽസോട് അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നല്ല സ്നേഹമുള്ള ആളാണ്. അത് മാത്രമല്ലടാ, വല്ലാത്തൊരു സ്വഭാവമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, പുള്ളിക്ക് മറ്റു പല രീതികളുമാണ് ഇഷ്ടം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ കൈകൊണ്ട് പുറകുവശത്തേക്ക് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. നിനക്കറിയാമോടാ, പിൻവാതിൽ പ്രവേശനവും അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമാണ്. അത്തരം ഐറ്റംസ് ഉള്ള ആളുകളെ മാത്രമേ പുള്ളി തിരഞ്ഞെടുക്കാറുള്ളൂ. ഞാൻ പിന്നെ പണ്ടേ എക്സ്പേർട്ടല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണം തരാറുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു തവണ നിനക്ക് അയാൾ എത്ര പൈസ തരും? അപ്പോൾ 25,000 മുതൽ 30,000 വരെ തരുമെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. മാഡം, സാമ്പത്തികമായിട്ട് കുറേ ബാധ്യതകൾ ഞങ്ങൾക്കുണ്ട്. പിന്നെ അച്ഛന് ആകെ കിട്ടുന്ന സാലറി 50,000 രൂപയാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതും അമ്മയുടെ തുച്ഛമായ സാലറി വെച്ച് കുറേ നാളായിട്ട്
പലപ്പോഴും സാമ്പത്തികമായി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അവൾ പറഞ്ഞത് എൻ്റെ അച്ഛന് 1.5-2 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അദ്ദേഹം മ്യൂച്വൽ ഫണ്ടുകളിലെങ്ങോ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ധാരാളം പണം വരുന്നുണ്ട്. ആ പണമെല്ലാം ഇത്തരം കാര്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. ഞാൻ ചോദിച്ചു, എല്ലാ ആഴ്ചയും ഭാര്യ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ വിളിക്കുമെന്ന്. എല്ലാ ആഴ്ചയും ഇല്ല, എന്നാലും മിക്കവാറും ദിവസങ്ങൾ വിളിക്കും. ആ സമയത്ത് നല്ല പേയ്മെൻറ്റ് തരും. പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ മാത്രമേ വിളിക്കാറുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ടാ, പുള്ളി പെട്രോളും ഡീസലും അടിക്കുന്ന വണ്ടി പോലെയാണ്. അതൊന്നും നീ എങ്ങനെ പറഞ്ഞത്? എല്ലാം പോകും. എന്താ എല്ലാം പോകുമെന്ന് പറഞ്ഞാൽ, എടാ ജിമ്മന്മാരായിട്ടുള്ള ചില ആണുങ്ങളെ ഈ പുള്ളിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആണുങ്ങളാണെങ്കിൽ കുറേ അധികമുണ്ടല്ലോ, 10,000-5,000 ഒക്കെ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ സ്റ്റാറുകളെ പോലെ ഇരിക്കുന്ന ചെക്കന്മാർ ഇതിനൊക്കെ റെഡിയാണ്. എൻ്റെ കസ്റ്റഡിയിൽ ചില ആൾക്കാരുണ്ട്. ഇനി നീ ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ ഇരിക്കുന്നത് നിനക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടോടാ? ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് എന്ന് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് പോടി, എനിക്ക് അങ്ങനൊന്നുമില്ല. വേണ്ടെങ്കിൽ വേണ്ട, നിന്നെ ഉണർത്തിയെടുക്കാൻ വലിയ പാടാണ്. നീ ഒരു മന്ദബുദ്ധിയാണ്, അതുകൊണ്ടല്ലേ നിന്നോട് എല്ലാം പറഞ്ഞത്. നല്ല ആണുങ്ങളോട് വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചേനെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഉരുകുകയായിരുന്നു. അച്ഛൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് വ്യക്തിയാണെന്ന് എനിക്കറിയില്ലല്ലോ. എന്താണ് നീ ആലോചിക്കുന്നത്? ഇങ്ങനത്തെ ശബ്ദം കേട്ടിട്ട് നിനക്കറിയാമോ നിൻ്റെ വീടിന് അടുത്തുള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ശബ്ദം കേട്ടിട്ട് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അതിന് ഫോട്ടോ ഇല്ലോ എന്ന് പറഞ്ഞു. ആ ഫോട്ടോ ഇല്ല, ഇനിയും പോകുമ്പോൾ ഞാൻ എടുക്കാൻ ചോദിക്കാം. അങ്ങർക്ക് പക്ഷേ അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ചിലപ്പോഴൊക്കെ അവിടെ പ്രായമായ പെണ്ണുങ്ങളും വരാറുണ്ട്. പ്രായമായ പെണ്ണുങ്ങളോ? ആ എടാ, ഇപ്പം പൈസ കൊടുത്ത് കൊച്ചു പെൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദം അയാൾ കൂടുന്നു. അതുപോലെ പൈസ കൊടുത്ത് ചുള്ളന്മാരെ കൊണ്ടുവരുന്നു. പക്ഷേ എന്നും അങ്ങനെ ഇല്ലല്ലോ. അത്രയ്ക്കും കോടീശ്വരനൊന്നുമല്ല. പക്ഷേ പൈസ ഇല്ലാത്ത സമയത്ത് അയാളുടെ ഭാര്യ പോയി കഴിയുമ്പോൾ അയാൾക്ക് എന്താണൊരു വഴി? അതിന് അടുത്ത വീട്ടിലെ ആൻറ്റിമാരുണ്ടല്ലോ, അയാളുടെ സെയിം പ്രായമുള്ള, അല്ലെങ്കിൽ ഇത്തിരി പ്രായം കൂടുതലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ പെട്രോളും ഡീസലും എല്ലാം പോകും. അത്തരം ഒരു പ്രത്യേകതരം ഭ്രാന്തുള്ള മനുഷ്യനാണ്. പക്ഷേ കൊള്ളാം മോനെ, ഉശ്വരനാണെന്ന് പറഞ്ഞ് അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എൻ്റെ അച്ഛനെക്കുറിച്ചാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും അവളുടെ മുന്നേ വെച്ച് അത് പ്രകടിപ്പിക്കാൻ എനിക്ക് പേടിയായിരുന്നു, നാണക്കേടമായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇനി അച്ഛനെ ശ്രദ്ധിക്കണം. അമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഈ വീട് താറുമാറാവുകയാണ്. വീട്ടിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് കഴിയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഇനി ശ്രദ്ധിക്കണം, അച്ഛനെ കൈയോടെ പിടികൂടണം എന്ന് ഞാൻ വിചാരിച്ചു. ഒരു തെളിവുമില്ലാതെ എങ്ങനെയാണ് പറയുക? ഇത് ഞാൻ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണ് ഞാനും കൂടെയുള്ള സൗഹൃദത്തെ അച്ഛൻ ചോദ്യം ചെയ്യും. ചിലപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ബന്ധമുണ്ടെന്ന് പറയും. ഇവളാണെങ്കിൽ ഫേമസുമാണ്. എനിക്ക് ആകെ ടെൻഷനായി. അച്ഛൻ ഭയങ്കര നോർമലായിട്ട് ചിരിച്ച് കളിച്ചാണ് അമ്മയോട് പെരുമാറുന്നത്. എന്തായാലും വലിയൊരു ക്രൂരൻ തന്നെ എൻ്റെ അച്ഛൻ എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. പിന്നെ അമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യ ദിവസമുണ്ട് ഈ സംഭവം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ അവളെ വിളിച്ചു ചോദിച്ചു, എടി ഇന്ന് നീ ഞങ്ങളുടെ ഭാഗത്തെങ്ങാണ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലടാ, ആ പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. പുള്ളി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഞാനങ്ങോട്ട് കയറി ആരെയും ചൊറിയുന്ന കാര്യമൊന്നുമില്ല. കാര്യം എനിക്ക് ഇഷ്ടംപോലെ വർക്കുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അപ്പോൾ ഇന്ന് വരുന്നില്ല. അമ്മ ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോയ സമയമാണ്. ഇന്ന് അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ അന്ന് രാത്രി അച്ഛൻ്റെ മുറി ഒന്ന് സെർച്ച് ചെയ്യണം എന്ന് വിചാരിച്ചു. നോക്കണം എങ്ങനെയെങ്കിലും എന്ന്. പക്ഷേ അതിലേക്ക് വ്യൂ കിട്ടാൻ പറ്റില്ല. കാര്യം ആ മുറി AC ആണ്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്നും പറ്റില്ല. അത് വലിയൊരു പ്രശ്നമായിരുന്നു. ആ സമസ്യ പൂരിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലൊഴികെ ബാക്കി എല്ലായിടത്തും CCTV ക്യാമറയുണ്ട്. എന്തുകൊണ്ടാണ് അച്ഛൻ CCTV ക്യാമറ വെക്കുമ്പോൾ എതിർക്കുന്നത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എങ്കിലും രാത്രി ഒരു 11:30 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛൻ്റെ റൂമിലൂടെ ചെന്നു. അകത്ത് വെട്ടമുണ്ട്. ഇത്തിരി നേരം ശബ്ദമൊന്നുമില്ലായിരുന്നു. ഞാനവിടെ പമ്മി നിന്നു ഇരുട്ടത്ത്. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും സംസാരം ചെറുതായിട്ട് കേട്ടു തുടങ്ങി. നീ എന്താടി വന്നപ്പോൾ മുതൽ മിണ്ടാതിരിക്കുന്നേ എന്ന് ചോദിക്കുന്നു അച്ഛൻ. അപ്പം അവന് ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഭർത്താവ് എന്നോട് വിളിച്ച് വഴക്കുണ്ടാക്കി. അതെന്തിനാ വഴക്കുണ്ടാക്കിയത്? പ്രായമായപ്പോൾ അങ്ങർക്ക് ഓരോ സംശയങ്ങൾ. അങ്ങനെക്കൊണ്ട് എന്തെങ്കിലും പറ്റുമോ? വിദേശത്തിരുന്ന് എന്നോട് വഴക്കുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഞാനങ്ങ് മൂഡൗട്ടായി പോയതാണ്. അത് മാറ്റാനല്ലേ നീ ഇങ്ങോട്ട് വന്നത്? അവൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ എന്നോട് വേറെ ചതി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറയുകയാണ്, എല്ലാ ദിവസവും എന്നെ എന്താ വിളിക്കാത്തത്? എല്ലാ ദിവസവും എങ്ങനെ വിളിക്കാൻ പറ്റും? എൻ്റെ ഭാര്യയും ഒക്കെ ഇവിടെ ഇല്ലേ? അതല്ല, ഭാര്യ എന്നും ഡ്യൂട്ടിക്ക് പോകുന്ന സമയമല്ല, എന്നും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും എന്നെ എന്താ വിളിക്കാത്തത്? പിന്നെ എല്ലാ ദിവസവും നീ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ അത് പ്രശ്നമില്ലേ? അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടാൽ മതിയെന്ന്. 16 വള്ളത്തിൽ കാലയോട്ടെന്ന അച്ഛൻ്റെ ഓരോ തന്ത്രങ്ങൾ. പക്ഷേ ഇതാരുടെ ശബ്ദമാണെന്ന് എനിക്കാദ്യം മനസ്സിലായില്ല.
ഞാനത് നോക്കാൻ ശ്രമിച്ചു, എവിടെ കാണാനാണ്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ ലീലാമേ ലീലാമേ എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ വീടിന് രണ്ടപ്പുറത്ത് താമസിക്കുന്ന ഇത്തിരി ഇരുനിറമുള്ള തടിച്ച ഒരു മതാലസ്യായ ചേച്ചിയാണ് ലീലാമ ചേച്ചി. അച്ഛൻ്റെ അതേ പ്രായമാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടീച്ചറാണെന്ന് പറയും, പക്ഷേ ടീച്ചറൊന്നുമല്ല. ഭർത്താവ് ഗൾഫിലാണ്, 2 കുട്ടികളുണ്ട്, വീട്ടമ്മയാണ്. അവരൊക്കെ മുതിർന്ന മക്കളാണ്. ജോലിയൊക്കെ പുറത്താണ് ചെയ്യുന്നത്. പുള്ളിക്കാരി തന്നെയാണ് താമസിക്കുന്നത്. എല്ലാ സെക്യൂരിറ്റി സിസ്റ്റവും ഉണ്ട്. ഭർത്താവ് ഇടയ്ക്ക് വിളിക്കും ഗൾഫിൽ നിന്ന്, ഇടയ്ക്ക് വരികയും ചെയ്യും. അങ്ങേർക്ക് ഇവർക്കും തമ്മിൽ എന്തൊക്കെയോ ചില ഇൻ്റർ കണക്ഷൻസ് ഉണ്ട്. കാര്യം അങ്ങേർക്ക് അവിടെ വേറെ ഭാര്യ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവർ മോശക്കാരിയാണെന്നുള്ള രീതിയിൽ അമ്മ മറ്റു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ സ്വതവേ അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മോശക്കാരികളാണെന്ന് പറയും. സംശയം അവിടെയും കൂടപ്പിറപ്പാണല്ലോ. അതുകൊണ്ട് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവർ അലറുകയാണ്. കണ്ണനെ മാത്രം എന്നും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാരണം എന്താണെന്നറിയാമോ? അപ്പോൾ അച്ഛൻ, അതെന്താ, ഈ ലൊക്കാലിറ്റിയിൽ നിൻ്റെ അത്രയും വീരനായ ഒരാൾ വേറെ ഇല്ലടാ, അതുകൊണ്ടാണ്. നിനക്കപ്പം മറ്റ് ആളുകളുടെ കാര്യമൊക്കെ അറിയാം, നീ അത്ര മോശമൊന്നുമല്ലോ, നിനക്കും നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇൻട്രസ്റ്റ് അല്ലേടാ. കൊച്ചു പെമ്പിളാരെ പോലും ഈ വീട്ടിൽ വരുന്ന കാര്യം നീ എന്നോട് പറഞ്ഞിട്ടില്ലേ? ലീലാമേ, നീ വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കാതെ. പ്രശ്നമല്ല, പക്ഷെ നീ ഇന്ന് ഓർക്കണം, ആ പിള്ളേരെക്കാൾ കൂടുതൽ ആക്റ്റീവല്ലേ ഞാൻ ഈ പ്രായത്തിലും. ഒന്ന് ഓർക്കുക, നിനക്ക് വേണ്ടി നീ പറയുന്നത് പോലെ എല്ലാം റെഡിയാക്കി തരുന്നവൾ ഞാനല്ലേ. അത് മാത്രമല്ല, എനിക്ക് നിന്നോട് അമിതമായ സ്നേഹമുണ്ട്. നീ എന്താണത് മനസ്സിലാക്കാത്തത്? മറ്റു സമയത്ത് മറ്റുള്ളവർക്ക് നീ ഇടം കൊടുക്കുകയല്ലേ, എന്നെ നീ മറക്കുകയല്ലേ. അപ്പോഴേക്കും അച്ഛൻ എന്തെങ്കിലും തുടങ്ങുമ്പോൾ തന്നെ നീ ഇങ്ങനെ മനസ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കും മോളെ എന്ന് പറയുന്നു. ഇല്ലടാ, എത്ര ദിവസത്തെ ഗ്യാപ്പിലാണ്. ശരി, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നീ ഇന്ന് വെളുപ്പിന് 5 മണിക്ക് മാത്രമേ നിർത്താവൂ കേട്ടോ. എടി അങ്ങനല്ല, നീ 3 മണിയാകുമ്പോൾ പോകുന്നതല്ലേ, നിനക്ക് റിസ്ക് അല്ലേ. എനിക്കൊരു റിസ്ക്കും ഇല്ല. നീയാണ് എന്നെ എപ്പോഴും 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പറഞ്ഞു വിടുന്നത്. ഇത് ശരിയല്ല. ശരി, നീ എന്നാ ഇപ്പോഴെങ്ങും പോകണ്ട, നേരെ വെളുത്തിട്ട് പോയാൽ മതി. പോടാ എന്ന് പറഞ്ഞ് അവിടെ തകൃതിയായി കൂടാര സർക്കസ് നടക്കുന്നു മാഡം. അതിൻ്റെ ശബ്ദങ്ങളും വർണ്ണനകളും കൂടുതൽ പറയാൻ എനിക്കാവില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അത് കേട്ട് നിൽക്കുകയായിരുന്നു. വേറെന്ത് ചെയ്യാനാണ്? തടസ്സപ്പെടുത്താനും എനിക്കെന്തോ പേടി പോലെയായി. പക്ഷേ ഇത്രയും പൈസ കിട്ടുന്നുണ്ട്, ഇത്രയും രൂപ മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. ലീലാമ്മ ചേച്ചിക്ക് എൻ്റെ ആവശ്യമില്ല. എങ്കിലും പിന്നീടൊരു ദിവസം കൂടെ ഞാൻ നിന്നു മാഡം. അന്നും എൻ്റെ കൂട്ടുകാരിയല്ല വന്നത്, വേറൊരു പെണ്ണാണ്. അത് പക്ഷേ അവൾക്കറിയാവുന്ന പെണ്ണ് തന്നെയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അങ്ങനെ ആ പെണ്ണിന് പൈസയൊക്കെ കൊടുക്കുന്ന സീനുകളും ഞാൻ കണ്ടു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരികളും ഒക്കെ വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മാഡം. അവർക്ക് അനുയോജ്യമായവർക്ക് പൈസയും കൊടുക്കാറുണ്ട്. അതായത് ഈ ഒരു പഞ്ഞത്തരം പറയുന്ന കടമാണെന്ന് പറയുന്ന അദ്ദേഹം ലക്ഷങ്ങളാണ് ഒരു മാസം, അത് എന്ത് ഫണ്ടിൽ നിന്നൊന്നും എനിക്കറിയില്ല, മ്യൂച്വൽ ഫണ്ടാണെന്ന് പറയുന്നു, അതിൽ നിന്ന് ചിലവാക്കുന്നത്. ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. അമ്മ അത് കേട്ട് ഭയങ്കരമായിട്ട് ഞെട്ടി. അമ്മ വഴക്കുണ്ടാക്കി, ഫോണൊക്കെ വാങ്ങി നോക്കി, എല്ലാ കള്ളത്തരങ്ങളും പിടിച്ചു മാടും. വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെയായി. പക്ഷേ അച്ഛൻ എല്ലാത്തിനും കുറ്റപ്പെടുത്തിയത് എന്നെയാണ്. ഞാനാണിത് കണ്ടുപിടിച്ചത്, അമ്മയോട് പറഞ്ഞത്. അതുകൊണ്ട് കുറ്റം എൻ്റേതായി. അമ്മയും അച്ഛനും തമ്മിൽ ഒത്തിരി ദിവസങ്ങൾ സംസാരിച്ച് അവർ തമ്മിൽ സമവായത്തിലെത്തി. ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്നെ ഈ വീട്ടിൽ നിന്ന് വേറെ മാറ്റി നിർത്തണം. ഒരിക്കലും ഈ വീട്ടിൽ നിർത്താൻ സമ്മതിക്കില്ല. പണമൊക്കെ ഇഷ്ടം പോലെ കൊടുക്കാം, പക്ഷേ എൻ്റെ മുഖം പോലും കാണുന്നത് പുള്ളിക്കാരന് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത്. അമ്മയാണെങ്കിലും അച്ഛൻ്റെ തെറ്റുകൾ ഒക്കെ അങ്ങ് ക്ഷമിച്ച മട്ടാണ്. എന്നെയും ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണ്. ഇതൊന്നും എന്നോട് പറയണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അവർ രണ്ടുപേരും ഒന്നായി. ഇപ്പം അമ്മ പറയുകയാണ്, അച്ഛൻ ഇഷ്ടമില്ലെങ്കിൽ നീ എവിടെയെങ്കിലും പോയി നിൽക്ക്, നിനക്ക് ഞങ്ങൾ പൈസ തന്നോളാമെന്ന്. ഇത്തരം ഒരു അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല മാഡം. ഞാൻ ചെയ്തൊക്കെ തെറ്റാണോ? ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം അച്ഛൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ വിടാം. പക്ഷേ അതിലൊരു കണ്ടൻ്റ് ഉണ്ട്. കാര്യം ഒത്തിരി കടമാണെന്നൊക്കെ പറയുന്ന അച്ഛൻ മ്യൂച്വൽ ഫണ്ടിൽ ആരും അറിയാതെ നിക്ഷേപിച്ച പൈസ എടുത്ത് ഇത്രയും പൈസ ഓരോ മാസവും അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അങ്ങേർക്ക് ഈ ഒരു രീതിയിൽ നല്ല ഭ്രാന്തുണ്ടെന്ന് മനസ്സിലാക്കുക. ആയിക്കോട്ടെ, അങ്ങേർക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, അമ്മയെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ പണം കൂടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആരായാലും ഈ ഒരു ഭ്രാന്തും ധൂർത്തും അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് അമ്മയോട്
പറഞ്ഞതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇൻഡിപെൻഡൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവരുടെ രീതിയിൽ ഒത്തു. കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന വേറെ എന്തെങ്കിലും രഹസ്യങ്ങളോ അല്ലെങ്കിൽ പണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവർ ഒന്നിച്ച് ചേർന്ന് കാണുമായിരിക്കും. നിങ്ങൾക്കൊന്നും അറിയില്ല അവർ തമ്മിലുള്ള ഇരിപ്പോശം എന്താണെന്ന്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പോയി നിങ്ങൾ ശത്രുവായി. ഇതാണ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിലും സംഭവിക്കുന്നത്. യഥാർത്ഥം പറയാൻ പോകുന്ന പല ആൾക്കാരും ശത്രുക്കളാകും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പോൾ അവരോട് എത്ര തർക്കിച്ചാലും ചിലപ്പോൾ ഇതൊന്നും നന്നാവണമെന്നില്ല. അപ്പോൾ അമ്മയും അച്ഛനും എതിരായപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ പണം തരാം, നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ അമ്മയ്ക്ക് പ്രസിഡന്റ് അച്ഛൻ തന്നെ അറമാദിച്ചോട്ടെന്നായിരിക്കും, നീ നിന്ന് കഴിഞ്ഞാൽ തടസ്സമാണെന്നാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യം ചെയ്യുക, സ്വതന്ത്രമായി ജീവിക്കാനുള്ളൊരു അവസരമാണെന്ന് കരുതുക. അവരെ തിരുത്താൻ നിനക്ക് പറ്റില്ല, പ്രായമായവരല്ലേ, നല്ല ലോകവരമുള്ളവരാണ്. അതുകൊണ്ട് നല്ല ക്യാഷ് തരൂ, ഞാൻ നല്ലൊരു റൂമൊക്കെ എടുത്ത് നല്ല സെറ്റപ്പിൽ ജീവിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ പുറത്ത് പോകാം, എനിക്ക് അത്യാവശ്യം കാശ് 2 വർഷം ജീവിക്കാനുള്ളത് ഇപ്പോഴേ ഇട്ട് തരിക. എത്രയോ പേർക്ക് ലക്ഷങ്ങൾ എണ്ണിക്കൊടുക്കുന്നു. അപ്പോൾ നല്ല ക്യാഷ് കിട്ടുവാണെങ്കിൽ ഞാൻ പോയി നല്ല രീതിയിൽ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ക്യാഷ് മേടിച്ച് നല്ലൊരു ഹോസ്റ്റലിലേക്ക് മാറുക. അച്ഛൻ്റെ പാത പിന്തുടരാതെ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തുക. കാര്യം അവർ പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിനാൻഷ്യലി അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ പഠിക്കാനുള്ളൊരു നല്ലൊരു അവസരമായിട്ട് കരുതിയാൽ മതി. അവരുടെ സ്വഭാവം മാറണമെങ്കിൽ അവർക്ക് തന്നെ തോന്നണം, ഇല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കണം. ഇതൊന്നും തനിക്ക് പറ്റുമെന്നറിയില്ല. അപ്പോൾ അവർ നല്ലപോലെ ക്യാഷ് പ്രൊവൈഡ് ചെയ്യാം. ആ വീട്ടിൽ നിന്ന് പോരണം അല്ലെങ്കിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ മർമ്മപ്രധാനമായ കാര്യങ്ങളുണ്ട്. അവർ വഴക്കുണ്ടാക്കുകയിലും അവർ പെട്ടെന്ന് ഒന്നിച്ചിട്ട് ഒറ്റ ഒരു മകനെ തന്നെ എതിർക്കുമ്പോൾ വേറെന്തൊക്കെയോ സംഗതികൾ കാണുമായിരിക്കും. നമുക്കറിയില്ല രഹസ്യങ്ങൾ. അപ്പോൾ കൂടുതൽ അവരുടെ രഹസ്യങ്ങൾ തേടിപ്പോകേണ്ട കാര്യമില്ല. നമ്മളുടെ ആ ഒരു സേഫ്റ്റി മാത്രം നോക്കി അവിടുന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കാമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വേറെ ഇപ്പോൾ എന്താ പറയുക.